ഒരാളാണെങ്കിൽ നിരന്തരം ചീഫ് സെക്രട്ടറിമാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ആളാണ്, മറ്റൊരാൾ സിനിമ പിടിക്കുന്ന ആളാണ്. രണ്ടുപേരും വലിയ വലിയ കഴിവുകളുള്ള മഹാവ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും. എനിക്ക് അഭിമാനമുണ്ട്. ഈ രണ്ടുപേരും, അമ്പാടിയാണെങ്കിലും നമ്മുടെ പ്രശാന്ത് ആണെങ്കിലും വലിയ കഴിവുകളുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ്. കളക്ടർ ബ്രോ എന്നാണ് പ്രശാന്തിനെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ആ കളക്ടറായി പോകേണ്ടത് കൊണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അവിടേക്കാണ് അമ്പാടി വന്നത്. അപ്പോൾ രണ്ടുപേരും വലിയ കഴിവുകളുള്ള ആളുകളാണ്. നമ്മുടെ വിജയം നമ്മളുടെ സഹായിക്കുന്ന ആളുകളുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ, കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കഴിവുകൾ കൊണ്ടാണ്. തീർച്ചയായും പ്രശാന്താണെങ്കിലും അമ്പാടിയാണ് നിരവധി പടങ്ങൾ എടുത്തിട്ടുള്ള ഒരാളാണ്. ഈ ഹരിവരാസനവും അതുപോലെ ഒരു വൻ വിജയമാകട്ടെ. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ആളാണ്. അടുത്ത തവണ മധുബാലു കൂടി എൻ്റെ കൂടൊപ്പം ശബരിമലയ്ക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടുന്നവരായതുകൊണ്ട് ഈ പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഹരിവരാസനത്തിലൂടെ ലോകം മുഴുവൻ ഒരു പുതിയ സന്ദേശം നൽകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളീയ യുവത്വത്തെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെ, രാസലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ തുഫാൻ എന്നൊരു പദ്ധതി നടപ്പാക്കുകയാണ്. ഇന്നത് ഒരു മാസമാവുകയാണ്. കഴിഞ്ഞ മാസം 2-ാം തീയതി ആരംഭിച്ചു. ഇന്ന് 2-ാം തീയതിയാണ്, ജൂലൈ 2 ഒരു മാസമായി. ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ തന്നെ കേരളത്തിൽ അത്ഭുതകരമായ നിലയിൽ ഈ രാസലഹരിയുടെ ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും മാഫിയകളെയും ഒക്കെ അടിച്ചമർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് ഗവൺമെന്റ്. അപ്പം അതിന് ഈ പടം ഡെഡിക്കേറ്റ് ചെയ്തു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പടം ഹരിവരാസനം ഒരു വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വാമി ശരണം.